ഹലോ ഗീസ്, രാവിലെ തന്നെ മീൻകാരൻ ചേട്ടനുണ്ടല്ലോ നല്ല ഫ്രഷ് ചൂര മീൻ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിലിങ്ങനെ അതിസാഹസികമായി വെട്ടിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് ഗീസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ. നല്ല അലുവ കഷ്ണം പോലെ ഇരുന്നായിരുന്നേ. ഞാൻ അതിൽ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നവിടി കഴുകി ഒന്ന് വൃത്തിയാക്കി എടുത്തായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിനെ ഒന്ന് തേങ്ങ ഒന്ന് വറുത്തരച്ചൊന്ന് വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ തേങ്ങ വറുക്കാനുള്ള മടി കൊണ്ട് ഞാൻ വിചാരിച്ചു തേങ്ങ വറുക്കാതെ തന്നെ മല്ലിയും മുളകും ഒന്ന് വറുത്ത് പച്ചയ്ക്ക് തന്നെ അരച്ചങ്ങ് വെച്ചാലോ എന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒന്ന് ചൂടാക്കി അതിൽ ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ട് മല്ലി, മുളക്, ഉലുവ, മഞ്ഞ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തായിരുന്നു കേട്ടോ. നല്ല കരിഞ്ഞു പോവാണ്ട് ഞാൻ മൂപ്പിച്ചെടുത്തായിരുന്നേ. സുരക്ഷിതമായിട്ട് ഞാൻ എടുത്തതിനെ മാറ്റി വെച്ചു. എന്നിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ കൂട്ട് അരച്ച് അതൊന്ന് സെറ്റാക്കിയിട്ട് അതിൻ്റെ പച്ചമുളകൊന്ന് മാറാൻ വേണ്ടിയിട്ട് ചട്ടി തന്നെ ഇട്ടൊന്ന് കൂടെ തിളച്ച് വരുന്ന ആ കൂട്ടിലോട്ട് ഞാൻ മീൻകുട്ടന്മാരെ എടുത്തങ്ങ് ഇട്ട് കൊടുത്തായിരുന്നേ. മലക്കറി പെട്ടിക്കകത്ത് നോക്കിയപ്പോണ്ടല്ലോ നല്ല പച്ചത്തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ. ആണെങ്കിൽ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നല്ല പച്ചത്തക്കാളി ഇട്ട് വയ്ക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പച്ചത്തക്കാളിയും പിന്നെ ചുവന്ന തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് ഈ മീൻകുട്ടന്മാരുടെ കൂടെ ചേർത്ത് അങ്ങോട്ട് തിളപ്പിച്ചു കേട്ടോ. എപ്പോഴത്തേക്കാളും മീൻ സെറ്റായി എന്നുള്ള അഹങ്കാരമാണ് എൻ്റെ മുഖത്ത്. പുളിയും ഉപ്പും എല്ലാം കൂടെ നല്ല കണക്കിനങ്ങ് ഇട്ട് എല്ലാം കൂടെ തേർത്തങ്ങ് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ മീനിന്. ഫ്രഷ് മീനായിട്ടാവും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ വെച്ചപ്പോൾ. ലാസ്റ്റ് അതിൽ നല്ല പച്ച വെളിച്ചെണ്ണയും ഒരു തണ്ട് കറിവേപ്പിലയും വെച്ച് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് നല്ല സംഭവം നല്ല കളറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ